ഇന്നത്തെ മാത്സ് ക്ലാസ് കഴിഞ്ഞ ദിവസം നടന്ന മോഡൽ ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് അനാലിസിസ് ആണ്. അതിലൊന്നാമത്തെ ചോദ്യം മാത്സ് ക്ലാസ്സിൻ്റെ കേട്ടോ. അപ്പോൾ അതിലൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതിലൊന്നാമത്തെ ചോദ്യം 4 ക്ലാസ്സിൽ നിന്നും ആകെ എത്ര രൂപ ലഭിച്ചു എന്നായിരുന്നു ചോദ്യം. എല്ലാ ക്ലാസ്സിൽ നിന്നും കൂട്ടി നോക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്നും 2ാം ക്ലാസ്സിൽ നിന്നും 3ാം ക്ലാസ്സിൽ നിന്നും 4ാം ക്ലാസ്സിൽ നിന്നും എല്ലാ സംഖ്യകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം 8500 എന്ന് ഉത്തരം ലഭിക്കും. എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ടുകളുടെ എണ്ണം തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ഏത് ക്ലാസ്സിൽ നിന്നാണ് എന്ന ചോദ്യത്തിന് ആൻസറായിട്ട് നമുക്ക് കിട്ടിയത് 4ാം ക്ലാസ്സിൽ നിന്നാണ്. 4ാമത്തെ ക്ലാസ്സിൽ നിന്നാണ്, ക്ലാസ് 4ൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത്. അടുത്ത ചോദ്യം കൂടുതൽ കിട്ടിയ ക്ലാസ്സിലെയും ഏറ്റവും കുറവ് കിട്ടിയ ക്ലാസ്സിലെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന ചോദ്യത്തിന് ഏറ്റവും കുറവ് ലഭിച്ച ക്ലാസ് 1100ഉം ഏറ്റവും കൂടുതൽ ലഭിച്ചത് 3000ആണ്. 3000ൽ നിന്നും 1100 കുറച്ചാൽ 1900 എന്നുത്തരം ലഭിക്കും. അടുത്ത ചോദ്യം ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ നേർപകുതിയാക്കിയാൽ കിട്ടുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര എന്ന ചോദ്യമായിരുന്നു. ഇതിൻ്റെ ഉത്തരം കാണേണ്ടത് സമചതുരത്തിൻ്റെ ചുറ്റളവ് 80 ആണെങ്കിൽ അതിൻ്റെ ഒരു വശം 20 ആയിരിക്കും. ഈ ചതുരത്തിനെ നമ്മൾ നേർപകുതിയാക്കി മുറിച്ചാൽ ഒരു വശം 20ൻ്റെ പകുതിയായിട്ടുള്ള 10 മാറും. അപ്പോൾ എല്ലാ സംഖ്യകളും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 60 എന്നുത്തരം ലഭിക്കും. 60 സെൻറ്റിമീറ്റർ ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഒരു റേഷൻ കടയിൽ 8 ടൺ 13 ക്വിൻ്റൽ 25 കിലോഗ്രാം അരി സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ആകെ എത്ര കിലോഗ്രാം അരി സ്റ്റോക്ക് ഉണ്ട് എന്ന ചോദ്യമാണ്. 8 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 8000, 13 ക്വിൻ്റൽ പറഞ്ഞാൽ 1300, 25 കിലോഗ്രാമും ഇതെല്ലാം തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം ലഭിക്കും. 50 ചെടികളിൽ 100 പൂക്കൾ വിരിഞ്ഞു. അതിൽ 4ൽ ഒരു ഭാഗം വാടിപ്പോയി. വാടാത്ത പൂക്കളുടെ എണ്ണം എത്ര എന്നുത്തരം. 100ൽ 4ൽ 1 എന്ന് പറയുന്നത് 25ആണ്. അപ്പോൾ അതിൽ വാടാത്ത പൂക്കളുടെ എണ്ണം എത്രയാണ്? 100ൽ നിന്നും 25 കുറച്ചാൽ 75 പൂക്കളാണ്. അടുത്ത ചോദ്യം ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 400 കിട്ടി. ആ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്രയായിരിക്കും എന്ന ചോദ്യമാണ്. 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 400 കിട്ടണമെങ്കിൽ ആ സംഖ്യ 100 ആയിരിക്കും. ഈ സംഖ്യ തന്നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 എന്നുത്തരം ലഭിക്കും. ഇതൊക്കെ ഒരട്ടം ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത് കേട്ടോ. 9:25 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട തീവണ്ടി 19:20 തിരുവനന്തപുരത്ത് എത്തുന്നു. യാത്രക്കെടുത്ത സമയം എത്ര എന്ന ചോദ്യത്തിന് യാത്ര അവസാനിച്ച സമയത്ത് നിന്നും തുടങ്ങിയ സമയം കുറച്ചാൽ ഉത്തരം ലഭിക്കും. ഇവിടെ 19:20 യാത്ര അവസാനിച്ചത്, 9:25 സ്റ്റാർട്ട് ചെയ്തത്. മിനിറ്റിൻ്റെ സമയത്ത് മിനിറ്റും മണിക്കൂറിൻ്റെ ഭാഗത്ത് മണിക്കൂറും കുറച്ചാൽ ഉത്തരം ലഭിക്കും കേട്ടോ. ആൻസറായിട്ട് വരുന്നത് 9 മണിക്കൂറും 55 മിനിറ്റും ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഫെബ്രുവരി 15 ശനിയാഴ്ചയാണ് എങ്കിൽ ആ മാസം എത്ര ശനിയാഴ്ചകളുണ്ടാവും എന്ന ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ കലണ്ടർ റഫായിട്ട് വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച 15 വരുന്നതെങ്കിൽ അടുത്ത ശനിയാഴ്ചയും അതിൻ്റെ മുന്നേ ഉള്ള ശനിയാഴ്ചകളൊക്കെ ഏതായിരിക്കും? 7 കൂട്ടിയതും 7 കുറച്ചതും ആയിരിക്കും. 7 കുറച്ച സംഖ്യകളായിട്ടുള്ള 8ഉം 8ൽ നിന്നും 7 കുറച്ച സംഖ്യയായിട്ടുള്ള 1ഉം ശനിയാഴ്ചകളിലാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ 15ൽ നിന്നും 7 കൂട്ടിയ സംഖ്യയായിട്ടുള്ള 22ഉം അതിലേക്ക് 7 കൂട്ടിയ 29ഉം
അങ്ങനെ എല്ലാ ആ ഒരു മാസത്തിലെ ശനിയാഴ്ചകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് 5 എന്ന് ഉത്തരം ലഭിക്കും. രവി തൻ്റെ കടയിലേക്ക് 20 കിലോ ചെറുപയറും 20 കിലോ കടലയും വാങ്ങി. 3200 രൂപയായി. ചെറുപയറിന് കടലയേക്കാൾ കിലോഗ്രാമിന് 14 രൂപ അധികമാണ്. 1 കിലോഗ്രാം ചെറുപയറിൻ്റെ വില എത്ര? 3200 നിന്നും 280 കുറച്ച സംഖ്യ എന്ത് ചെയ്യാം? എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ കൃത്യമായിട്ട് 2 ഡിവൈഡ് ചെയ്താൽ ആ ഒരു സംഖ്യ ചെറുപയറിന് കൊടുത്തതായിരിക്കും. 20 കിലോഗ്രാമിനാണ് ആ ഒരു സംഖ്യ കൊടുത്തത്. അങ്ങനെയെങ്കിൽ 1 കിലോഗ്രാമിന് 87 രൂപ. ആ സംഖ്യയെ 20 കൊണ്ട് ഹരിച്ചാൽ മതി. 87 രൂപ എന്ന് ഉത്തരം ലഭിക്കും. ഒരു ടാങ്കിൻ്റെ 5/3 ഭാഗം വെള്ളം നിറയാൻ 1/4 മണിക്കൂർ സമയമെടുത്തു. ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും എന്നാണ്. 5/3 ഭാഗം നിറയാൻ 15 മിനിറ്റാണ്. അപ്പോൾ ഒരു ഭാഗം നിറയാൻ 5 മിനിറ്റ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ 5 ഭാഗം നിറയാൻ 5 × 5 ഉത്തരം 25 എന്ന് ഉത്തരം ലഭിക്കും. അടുത്ത ചോദ്യം. ഒരു മത്സര പരീക്ഷയിൽ 50 ചോദ്യങ്ങളുണ്ട്. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് ലഭിക്കും. ഒരു തെറ്റിന് 1 മാർക്ക് വീതം കുറയും. പരീക്ഷ എഴുതിയ 5 ചോദ്യങ്ങൾ തെറ്റിച്ചു എങ്കിൽ രാമുവിന് ലഭിച്ച മാർക്ക് എത്ര? 5 ചോദ്യങ്ങൾ തെറ്റിച്ചു. ശരിയായത് 45 എണ്ണമാണ്. 45-ന് 4 മാർക്ക് വീതം 180. ഇനി 5 മാർക്ക് തെറ്റിച്ചതിന് 5 മാർക്ക് കുറയുന്നുണ്ട്. 180-ൽ നിന്നും 5 കുറച്ചാൽ 175 മാർക്ക് എന്ന് ഉത്തരം ലഭിക്കും. രാമുവിന് ലഭിച്ചത് 175 മാർക്കാണ്. ക്രിയ ചെയ്യാതെ ഉത്തരം പറയാമോ? ഈ ചോദ്യത്തിൽ എല്ലാ സംഖ്യകളും ഗുണിക്കുകയാണ്. അതിൻ്റെ കൂടെ 0 കൂടിയുണ്ട്. ഏതൊരു സംഖ്യയുടെ കൂടെയും 0 ഗുണിക്കുമ്പോൾ ഉത്തരം 0 തന്നെയായിരിക്കും. ഇരുപത്തഞ്ചിനെ 12 കൊണ്ട് ഗുണിക്കാൻ 25-നെ 10 കൊണ്ട് ഗുണിച്ച് എത്ര ഇതിലേക്ക് കൂട്ടണം എന്നാണ് ചോദ്യം. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിലേക്ക് 50 കൂട്ടേണ്ടത് കേട്ടോ. 12 ന്റെ 2 25-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 50 ആണ് കിട്ടുക. 50 കൂട്ടേണ്ടത്. 6 കോഴിമുട്ട കൊടുത്താൽ 2 തേങ്ങ കിട്ടും. 22 തേങ്ങ കിട്ടാൻ എത്ര കോഴിമുട്ട കൊടുക്കേണ്ടി വരും? ഇതിൻ്റെ ചോദ്യം ആൻസർ കണ്ടെത്താൻ 6 മുട്ട കൊടുത്താലാണ് 2 തേങ്ങ കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 22 തേങ്ങ കിട്ടാനാണ്. അപ്പോൾ 22-നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 132 മുട്ട കൊടുക്കേണ്ടി വരും. 132 മുട്ട കൊടുത്താലേ നമുക്ക് ആ ഒരു തേങ്ങ കിട്ടുള്ളൂ. ഈ ക്രിയ കിട്ടുന്ന 1-ൻ്റെ സ്ഥാനത്ത് അക്ക ഏതായിരിക്കും? ഏതൊരു സംഖ്യയെയും 1-ൻ്റെ സ്ഥാനത്ത് 0 വരുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്ന 1-ൻ്റെ ഭാഗത്തും 1-ൻ്റെ സ്ഥാനത്തും 0 തന്നെ ആയിരിക്കും. ഇതിൽ 10 എന്ന് പറയുന്ന സംഖ്യ 1-ൻ്റെ സ്ഥാനത്ത് 0 ആയിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിൽ 16 ടീമുകൾ പങ്കെടുത്തു. ഓരോ ടീമിലും 11 കളിക്കാരും 4 റിസർവ് കളിക്കാരും ഉണ്ടായിരുന്നു. ടൂർണമെൻറ്റിൽ ആകെ എത്ര കളിക്കാർ പങ്കെടുത്തു എന്നാണ്. 11-ഉം സബിലിരിക്കുന്ന 4 പേരും കൂട്ടിയാൽ 15 അംഗങ്ങളുള്ള 16 ടീമുകൾ തമ്മിൽ മത്സരിക്കാൻ വരുമ്പോൾ 240 പ്ലേയേഴ്സ് അവിടെ കളിക്കാനുണ്ടായിരിക്കും. അടുത്ത ചോദ്യം. കേരളത്തിലെ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല ഏതാണെന്ന ചോദ്യമാണ്. കേരളത്തിലെ ആദ്യമായിട്ട് അക്ഷയ പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മൃഗം ഏതാണെന്ന ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ മൃഗം ചീറ്റയാണ് കേട്ടോ. അടുത്ത ചോദ്യം. ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ മലയാളം തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരളത്തിന് പുറമെ
കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിലും ഔദ്യോഗിക ഭാഷ മലയാളമാണ്. അടുത്ത ചോദ്യം, ഇടിമിന്നലിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം. ഇടിമിന്നലിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ അയൽ രാജ്യമായ ഭൂട്ടാനാണ് ഇടിമിന്നലിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇരട്ട തുരങ്കമായ കുതിരാൻ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇപ്പോൾ അടുത്ത് നമ്മൾ ഉദ്ഘാടനം ഒക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലാണ്. പാലക്കാടിനെയും തൃശ്ശൂർ ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് കുതിരാൻ തുരങ്കം. അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. 1921 കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ കലാപം ഏത് എന്ന ചോദ്യം ജനറലിനുണ്ടായിരുന്ന ചോദ്യമായിരുന്നു. അതിൽ മലബാർ കലാപമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡിയൊക്കെ നടന്നത് എന്ന് ഞാൻ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ ഉള്ള ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു എന്ന ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹം. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. കേരളത്തിലെ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത് എന്ന ചോദ്യത്തിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീര പ്രദേശമുള്ള കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞു. ഇന്ദുചൂടൻ അല്ലെങ്കിൽ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത്.